ഹായ്. അപ്പോൾ ഷോർട്സ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്യും എന്ന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന പരിപാടി കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വൈകിയത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന്, എങ്ങനെ ഒരു കണ്ടൻറ്റ് തിരഞ്ഞെടുക്കാം. ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഒരു കണ്ടൻറ്റ് തിരഞ്ഞെടുക്കാം. 2, കിട്ടിയ കണ്ടൻറ്റ് വെച്ച് എങ്ങനെ നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. 3, ഈ ഷോർട്ട് വീഡിയോസ് വെച്ച് എങ്ങനെ മോണിറ്റൈസ് ചെയ്തെടുക്കാം. ഈ 3 കാര്യങ്ങളും ഒരു വീഡിയോയിൽ പറഞ്ഞാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് നമ്മളിത് 3 പാർട്ടായിട്ടായിരിക്കും പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി പാർട്ട് 1 ഓഫ് ദ സീരീസ്. ദാറ്റ് ഈസ് എങ്ങനെ നിങ്ങൾക്ക് ഷോർട്സിന് വേണ്ടി ഒരു കണ്ടൻറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ്, കണ്ടൻറ്റിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ പറ്റി ഒഴുക്കോടെ സംസാരിക്കാൻ പറ്റുള്ളൂ. സോ ഒരിക്കലും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ടോപ്പിക് ആയിരിക്കരുത്, മറിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള ടോപ്പിക് ആയിരിക്കണം നിങ്ങളുടെ കണ്ടൻറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾക്കിഷ്ടപ്പെട്ട 3-4 സബ്ജക്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ശേഷം അതിൽ നിന്ന്, അക്കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടാൻ സാധ്യതയുള്ള ടോപ്പിക്ക് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ തന്നെ എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്കിഷ്ടപ്പെട്ടത് 4 ടോപ്പിക്കുകളാണ്. ഒന്ന് ക്രിക്കറ്റ്, മറ്റൊന്ന് കാർസ്, മറ്റൊന്ന് സിനിമ, മറ്റൊന്ന് ഫുഡ്. സോ ഈ 4 ടോപ്പിക്കുകളെ പറ്റി എനിക്ക് നല്ല ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ഇതിലേത് ടോപ്പിക്കിനാവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടാവുക എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞുതരാം. സോ ലിസ്റ്റിലുള്ള ആദ്യത്തെ ടോപ്പിക് ക്രിക്കറ്റാണ്. ഞാൻ ഓർത്തു, സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, പക്ഷേ അതിലെത്ര പേർക്ക് ക്രിക്കറ്റ് ഇഷ്ടമായിരിക്കും? മറ്റൊന്ന് ഫീമെയിൽ ഓഡിയൻസ്. നമ്മുടെ നാട്ടിലെ എത്ര സ്ത്രീകൾക്ക്, യൂട്യൂബ് ഉപയോഗിക്കുന്ന എത്ര സ്ത്രീകൾക്ക് ക്രിക്കറ്റിൻ്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടാവും? സോ ഇതുവഴി നമുക്ക് വലിയൊരു ഓഡിയൻസ് പൂൾ നഷ്ടമാവുകയാണ്. സോ അതുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് ഒഴിവാക്കി. ഇനി അടുത്തത് കാർസ്. എനിക്ക് കാറുകളെ പറ്റി ഭയങ്കര ഇഷ്ടമാണ്. ഏതൊക്കെ ടൈപ്പ് കാറുകളാണ്, അതിൻ്റെ ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, അതിനെപ്പറ്റിയൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എഗെയിൻ വ്യൂവർഷിപ്പ് നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് കാർസിൻ്റെ വീഡിയോ കാണാറ്? കാറുകളെ പറ്റിയുള്ള വീഡിയോകൾ ആരാണ് കാണാറ്? ഒന്ന്, കാർ എന്തൂസിയസ്റ്റ് അഥവാ വണ്ടി പ്രാന്തന്മാർ എന്ന് പറയുന്ന കൂട്ടം. ഇനി അല്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലും ഒരു പുതിയ കാർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരും. സോ വളരെ ചുരുങ്ങിയ ഒരു ഓഡിയൻസ് പൂൾ മാത്രമേ നമുക്ക് അവിടെയും കിട്ടുന്നുള്ളൂ. ഇനി അടുത്തത് ഫുഡ്. ഫുഡിനെ പറ്റി മെയിൻലി നമുക്ക് 2 രീതിയിലാണ് വീഡിയോ ചെയ്യാൻ പറ്റുക. ഒന്ന്, നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നൊരു വീഡിയോ. ഇനി അല്ലെങ്കിൽ പല സ്ഥലത്ത് പല ഫുഡ് സ്പോട്ടുകളിൽ പോയി അവിടുത്തെ ഭക്ഷണങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്ന വീഡിയോ. പക്ഷേ ഇത് രണ്ടും ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായി എഫേർട്ട് ഇടണം. ഒന്നുകിൽ കുക്കിംഗ് അറിയണം, ഇനി അല്ലെങ്കിൽ നമ്മൾ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കണം. അത് രണ്ടും പറ്റില്ല. അങ്ങനെ ഫുഡും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് പോയി. ഇനി അവസാനം ബാക്കി വന്നതാണ് സിനിമ. ഞാൻ നോക്കിയപ്പോൾ ക്രിക്കറ്റ് കാണുന്നവനും ഫുട്ബോൾ കാണുന്നവനും കാറ് വാങ്ങുന്നവനും കാർ ഇല്ലാത്തവനും ഒക്കെ കാണുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണ് സിനിമ. എനിക്കിഷ്ടപ്പെട്ട 4 ടോപ്പിക്കുകളിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പിന് സാധ്യതയുള്ള ടോപ്പിക് സിനിമയാണ്. സോ ഞാൻ സിനിമ ഫൈനലൈസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ സിനിമ എന്ന ടോപ്പിക്ക് വെച്ച് യുണീക്കായിട്ടൊരു കണ്ടൻറ്റ് നമുക്ക് വേണം. സിനിമയുമായി ബന്ധപ്പെടുത്തി വളരെ കോമൺ ആയിട്ട് 3 കണ്ടൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ഥിരമായി കാണാറ്. ഒന്ന്, ഏറ്റവും പുതിയ ഇറങ്ങുന്ന സിനിമകൾ പോയി കണ്ട് അതിനെപ്പറ്റി റിവ്യൂ പറയുക. 2, സിനിമകളിലെ ഹിഡൻ ഡീറ്റെയിൽസും കാര്യങ്ങളും കണ്ടുപിടിക്കുക. 3, ഒരു പഴയ ഒരു തല്ലിപ്പൊളി സിനിമ എടുത്ത് നമ്മളതിനെ റോസ്റ്റ് ചെയ്യുക. ഇതിൽ ആദ്യം പറഞ്ഞ സിനിമ റിവ്യൂ ചെയ്യുന്ന പരിപാടി, ഏറ്റവും പുതിയ സിനിമ തിയേറ്ററിൽ പോയി റിവ്യൂ ചെയ്യുന്ന പരിപാടി നമുക്ക് എല്ലാ ആഴ്ചയും സിനിമ കാണാൻ പറ്റിയെന്ന് വരില്ല. രണ്ടാമത്തത്, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ 100 കണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ട്. അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയവരും എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്തവരും ഉണ്ട്. സോ അതിൽ യാതൊന്നും യുണീക്കായിട്ടില്ല. അടുത്ത കാറ്റഗറി, സിനിമയിലെ ഹിഡൻ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നവർ. അതായത് ആ സീനിൽ പുറകിലെ ചുവരിൽ ഒരു ചിത്രമുണ്ടായിരുന്നു, അതിൻ്റെ അർത്ഥം ഇതാണ് എന്നൊക്കെ പറയുന്ന വീഡിയോ. പക്ഷേ അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യണമെങ്കിൽ സിനിമയെ നമ്മൾ അത്ര സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. അതിനൊന്നും നമുക്ക് പറ്റില്ല. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത്, ഒരു സിനിമയെടുത്ത് അതിനെ റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അതിന് അത്യാവശ്യം ഹ്യൂമർ സെൻസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഞാനൊരു തമാശ പറഞ്ഞ് ഞാൻ തന്നെ ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമില്ല. അതുകൊണ്ട് റോസ്റ്റിംഗ് പരിപാടി നമുക്ക് നടക്കില്ല. ഈ 3 കാര്യങ്ങളും എനിക്ക് നടക്കില്ല എന്ന് മാത്രമല്ല, മറിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ ഒട്ടും യൂണീക്ക് ആവില്ല. കാരണം അങ്ങനെ ചെയ്യുന്ന 100 കണക്കിന് ആളുകൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്നോട് തന്നെ ചോദിച്ചത്, സിനിമയിൽ എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം? എനിക്ക് ഇന്നിറങ്ങുന്ന സിനിമകളോ അല്ലെങ്കിൽ പഴയ ക്ലാസിക് സിനിമകളോ ഒന്നുമല്ല എനിക്കിഷ്ടം. എനിക്കിഷ്ടം എന്ന് പറയുന്നത് ചെറുപ്പകാലത്ത് നമ്മൾ TV-യിൽ കണ്ട സാധാരണ സിനിമകളില്ലേ, അതൊക്കെ എൻ്റെ ചെറുപ്പവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടാണോ എന്നറിയില്ല, അവയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെനിക്ക് സ്ട്രൈക്കായി. എന്തുകൊണ്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്തിടാം? അതായത് നമ്മളൊക്കെ TV-യിൽ കണ്ട റാൻഡം സിനിമകളെ പറ്റി ഷോർട്ട് റിവ്യൂ ചെയ്യുന്ന ആളുകൾ ശരിക്കില്ല. അങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. അത് കമ്പാരിറ്റീവ്ലി ഒരു യുണീക്ക് കണ്ടൻറ്റാണ്. അങ്ങനെയാണ് ഞാൻ ഈ ചാനലിന് വേണ്ടി ഒരു കണ്ടൻറ്റ് സെലക്ട് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് എത്തിച്ചത്.
സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. ഇനി അടുത്തത് നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്ക് വെച്ച് എങ്ങനൊരു ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് നമുക്ക് പാർട്ട് 2 സംസാരിക്കാം.